നമ്മൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ എന്തെങ്കിലും മിമിക്രി ചെയ്യാൻ പറയും. അപ്പൊ പഴയ മിമിക്രി എടുത്ത് വിടുമായിരിക്കും. അപ്പൊ അതിലെന്തെങ്കിലും കുറവുകളുണ്ടാവും. പക്ഷെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ആര്. എനിക്കൊരു പെണ്ണ് കേസില്ല. പിന്നെ എനിക്കൊരു പോക്സോ കേസില്ല. വേറെ ഒരാളെ ഉപദ്രവിച്ചായിട്ടില്ല, അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസില്ല. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പോകാൻ പാടില്ല. അത്രേ ഉള്ളൂ. പക്ഷെ ചേട്ടനെ കുറിച്ചുള്ള ആരോപണം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിമിക്രി അറിയില്ല, പക്ഷെ മിമിക്രി അറിയാന്നുള്ള അഹങ്കാരമാണ് കയ്യിലുള്ളത് എന്നുള്ളതാണ്. എന്താ പറയാ? അല്ല, ഞാൻ പറഞ്ഞു യൂത്ത് ഫെസ്റ്റിവൽ വിന്നറായിട്ട് വന്ന് അവിടെ ജഡ്ജസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രമുഖ ചാനലിൽ തന്നെ ജഡ്ജായിട്ടിരുത്തി. അപ്പൊ ഇപ്പോഴും എന്നെ അമേരിക്കയിലേക്ക് ഇവിടെയൊക്കെ പരിപാടിക്ക് വിളിച്ചോണ്ടിരിക്കുന്നു. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ട്രോളാണ് സത്യം. എനിക്ക് വലിയ അതായത് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോ സലീം കുമാർ ഇരുന്നിട്ട് അപ്പൊ ഇങ്ങനെ ഒരു സാധനം അവതരിപ്പിച്ചപ്പോ ഇത് ഇട്ടോട്ടെ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടോ, വൈറലാക്കട്ടെ. എന്റെ അടുത്ത് ചോദിക്കും, ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമാണുള്ളത്. മുരളി ഗോപയുടെ സൗണ്ട് എടുത്തപ്പോ സലീം കുമാർ സത്യം പറഞ്ഞപ്പോ പിടുത്തം കിട്ടിയില്ല. ഇത് ആരാന്ന് ചോദിച്ചു. ഞാനത് പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, വെറുതെ ഇട്ട് നോക്കിയതാ. ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ചാനലിലെ ആൾക്കാർ ഇത് ഇടട്ടെ എന്ന് പറഞ്ഞു, ഇടണമെന്ന് പറഞ്ഞു. ഞാൻ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഞാൻ എന്നെ കളിയാക്കുന്നത് ആസ്വദിക്കുന്ന ആളാ. പക്ഷെ തെറി പറയുന്നത് നമുക്കിഷ്ടമല്ല. തെറി എനിക്കും പറയാൻ പറ്റും, അപ്പൊ അത് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ വളരെ ചൊറിയുന്നവരെ നമ്മൾ നോട്ട് ചെയ്തിട്ട് സൈബർ സെല്ലിനെ കൊണ്ട് തന്നെ പൊക്കിച്ചിട്ടുണ്ട്. തെറി പറയുന്നതിന് കുഴപ്പമില്ല, നേരിട്ട് വന്ന് പറയണം. എവിടെയാന്ന് പറയട്ടെ, കമ്പനിപ്പടിയിലാണ് എന്റെ വീട്. ആ ജംഗ്ഷനിൽ ഞാനിപ്പോ വന്ന് എന്നെ വിളിച്ച ആളുടെ അടുത്ത് പറഞ്ഞു, ഓട്ടോറിക്ഷയുടെ നിറച്ച് ഓട്ടോ കിടപ്പുണ്ട്, അവിടെ എല്ലാ ഓട്ടോക്കാരും എന്നെ അറിയാം. അവരുടെ പറഞ്ഞ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ ചേട്ടാ ഈ ശരീരത്തിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോട് തിരിച്ചു പോവോ? അല്ല, അതാണ് ആണത്തം, നട്ടല്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു കേസുകളില്ല. കോളേജിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നതാണ്. ആൽബർട്സിന്റെ മുമ്പിൽ റോഡൊക്കെ തടഞ്ഞിട്ട് ഞങ്ങള് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിച്ചു. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ മുന്നിലുള്ള ഗ്രൗണ്ട് സെന്റ് ആൽബർട്സിന്റെയാണ്. അത് അഭിമാനത്തോടെ പറയാം, ഞാൻ ഉണ്ടായിരുന്ന ഒരു യൂണിയൻ നേടിയെടുത്തതാണ്. അപ്പോ നമ്മളും അങ്ങനെ തന്നെ വന്നിരിക്കുന്നതാണ്. ഫയറിൽ കൂടി വന്നിട്ടുള്ളതാണ്. ഞാൻ സിനിമ നടനാവുന്നൊന്നും വിചാരിച്ചു വന്ന ആളല്ല. എന്റെ ആഗ്രഹം ഇവിടെ നിർത്തുന്നത്, അതീവ കഴിവ ഇതൊന്നുമല്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഉള്ളിനുള്ളില് വിഷമമുണ്ടോ? എന്റെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 1500ഓളം ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു. നമുക്ക് അങ്ങനെ കുശുമ്പ് മുന്നായ്മ ഞാൻ കൊണ്ടുവരില്ലല്ലോ. അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് നമ്മൾ നിലനിർത്തുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഭയങ്കര നാദർശിക്ക് എപ്പോഴും പറയും, എടാ നമ്മുടെ ഒന്നും കഴിവല്ല, നമ്മുടെ ഒപ്പം വന്ന ഒരുപാട് കഴിവുള്ളവരൊന്നും ഇന്ന് അപ്രത്യക്ഷമായി. അതൊക്കെ അവരുടെ കയ്യിലിരിപ്പം സ്വഭാവം കൊണ്ടുമാണ്. നമ്മൾ ഒരുപാട് പേർക്ക് ഒരു കൊടുത്താൽ കിട്ടും എന്ന് പറയൂലേ, അതുപോലെ തന്നെ കൊടുത്തത് കൊണ്ടായിരിക്കും ദൈവം ഇപ്പൊ ഈ കസേര ഈ ഇതുപോലത്തെ ഒരു വീണ്ടും മുമ്പിൽ ഇരിക്കാൻ ഒരു അവസരം തന്നത് ഓൾമൈറ്റിയാണ്. ഞാനും ഏറെ കയറി ഉറപ്പായി. അല്ല, എയറിൽ കയറണം. അത് ഐദർ ഗുഡ് ഓർ ബാഡ്, ടോക്ക് അബൌട്ട് മീ. ഈ ഹേറ്റേഴ്സ് നിങ്ങളുടെ ഫാൻസായി മാറും. ഹേറ്റേഴ്സ് ആർ ഫാൻസ്. പക്ഷെ ചേട്ടാ, ഞാനൊരു